നമസ്കാരം. കേരളം ഒരിക്കൽ മനുഷ്യ സ്നേഹത്തിന്റെ നാട് എന്ന് വിശേഷിപ്പിക്കപ്പെട്ടു. പക്ഷേ ഇന്ന് അതേ കേരളം തന്നെ മനുഷ്യരോടുള്ള ഉത്തരവാദിത്തം നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് വഴുതി പോവുകയാണ്. പ്രത്യേകിച്ച് തെരുവുനായ പ്രശ്നം സംസ്ഥാനത്ത് ദിവസേന മനുഷ്യ ജീവിതത്തിനെ തുലാസിൽ നിർത്തുന്ന തരത്തിലേക്ക് വളർന്നിട്ടും സംസ്ഥാന സർക്കാർ ഇതിനെതിരെ സ്വീകരിച്ച നടപടികൾ തീർത്തും അപര്യാപ്തവും പലപ്പോഴും രാഷ്ട്രീയ കണക്കുകൂട്ടലുകളാൽ തടയപ്പെടുന്നതുമായിരുന്നു. മറ്റു ചില സംസ്ഥാനങ്ങൾ പ്രശ്നത്തെ മനുഷ്യത്വം നിലനിർത്തിക്കൊണ്ട് ഉത്തരവാദിത്തത്തോടെ കൈകാര്യം ചെയ്യുമ്പോൾ കേരളത്തിൽ ഇന്നും പ്രശ്നപരിഹാരത്തിന് ഒരു ഏകീകൃത നയം പോലും ഇല്ല എന്നതാണ് ഏറ്റവും വേദനാജനകം. ഇതിന് ഏറ്റവും വലിയ ഉദാഹരണമായി കർണാടക സർക്കാർ പ്രഖ്യാപിച്ച തെരുവുനായ കടിച്ചാലും സംഭവത്തെ തുടർന്ന് രോഗി മരിച്ചാലും നഷ്ടപരിഹാരം എന്ന തീരുമാനം ചൂണ്ടിക്കാണില്ല. നായയുടെ കടിയേൽക്കുന്നവർക്ക് 3500 രൂപ വീതം നൽകും. മരണം സംഭവിക്കുകയോ പേവിഷബാധ ഏൽക്കുകയോ ചെയ്താൽ 5 ലക്ഷം രൂപ നഷ്ടപരിഹാരം ലഭിക്കും. നഷ്ടപരിഹാര വിതരണത്തിനായി പ്രത്യേക കമ്മിറ്റി രൂപീകരിക്കാനും സർക്കാർ തീരുമാനിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ പാമ്പുകടിയേറ്റവർക്കും സൗജന്യ ചികിത്സ നൽകും. ആയുഷ്മാൻ ഭാരതിന് കീഴിലാണ് കർണാടക സർക്കാർ സൗജന്യ ചികിത്സ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ തീരുമാനം ജനങ്ങളുടെ സുരക്ഷയെ മുൻനിർത്തിയുള്ള സർക്കാരിന്റെ വ്യക്തമായ ഇടപെടലാണ്. പക്ഷെ അതേ സമയത്ത് കേരളത്തിൽ പിണറായി സർക്കാർ ഇത്തരം ഒരു ഉത്തരവാദിത്വ ബോധം പോലും കാണിക്കുന്നില്ല എന്നത് തന്നെ സർക്കാർ സംവിധാനത്തിന്റെ പിടിപ്പുകേടാണ്. കേരളത്തിൽ തെരുവുനായ ആക്രമണങ്ങൾ ദിനം പ്രതി ഉയരുകയാണ്. സ്കൂളിൽ പോകുന്ന കുട്ടികൾ മുതൽ രാവിലെ നടക്കാനിറങ്ങുന്ന മുതിർന്നവർ വരെ സുരക്ഷിതരല്ല. ചില കേസുകളിൽ മാരകമായ പരിക്കുകളും മരണങ്ങളും വരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും കാര്യമായ ഇടപെടലുകൾ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് വന്നിട്ടില്ല എന്നതാണ് ശ്രദ്ധേയം. തെരുവുനായ ആക്രമണങ്ങളിൽ ഏറ്റവും അധികം ദുരിതം അനുഭവിക്കുന്നത് സ്കൂളിൽ പോകുന്ന ചെറിയ കുട്ടികൾ, രാവിലെ ജോലിക്ക് പോകുന്ന തൊഴിലാളികൾ, കാൽനട യാത്ര ചെയ്യുന്ന വ്യക്തികൾ, വീടിന് മുന്നിൽ പോലും സുരക്ഷിതത്വം നഷ്ടപ്പെട്ട മുതിർന്നവർ എന്നിങ്ങനെ നീളുന്നു പട്ടിക. സർക്കാർ പറയുന്നതൊന്നും ചെയ്യുന്നത് മറ്റൊന്നും എന്ന നിലയിലാണ് കാര്യങ്ങൾ. തെരുവുനായ പ്രശ്നം ചർച്ചയായാൽ സർക്കാർ നൽകുന്ന പതിവ് മറുപടി അനിമൽ ബർത്ത് കൺട്രോൾ പരിപാടി ശക്തമാക്കുമെന്നുള്ളതാണ്. പക്ഷേ യാഥാർത്ഥ്യം എന്താണ് എന്നതാണ് പരിശോധിക്കേണ്ടത്. കൂടിയ കാറിന് മുന്നിലും പിന്നിലും നൂറുകണക്കിന് അംഗരക്ഷകരുമായി പോകുന്ന മന്ത്രിമാർക്കും മുഖ്യനുമൊന്നും പൊതുജനത്തിന്റെ ദുരിതം എന്തെന്നറിയില്ല. അതറിയണമെങ്കിൽ കുറഞ്ഞ പക്ഷം നിയമസഭയിൽ ഒരു 10 തെരുവുനായയെങ്കിലും തുറന്നു വിടണം എന്നതാണ് അനുഭവിക്കുന്ന പൊതുജനം ഒന്നടങ്കം പറയുന്നത്. നേതാക്കന്മാർ കൂടിപ്പോയാൽ 5 വർഷത്തിലൊരിക്കൽ വോട്ട് ചോദിച്ച് തന്റെ പ്രജകളെ കാണാൻ ആകാശത്ത് നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങുമ്പോൾ മാത്രമായിരിക്കും അവർ തെരുവുനായയെ പോയിട്ട് തെരുവിൽ ഉറങ്ങുന്നവരെ പോലും കാണുന്നത്. ശീതീകരിച്ച മുറിയിലിരുന്ന് അതിദാരിദ്ര്യ വിമുക്തമെന്ന് കൊട്ടിഘോഷിക്കുന്നത് പോലെ എളുപ്പമല്ല ഇവിടെ കാര്യങ്ങൾ. പല മുനിസിപ്പാലിറ്റികളിലും ABC കേന്ദ്രങ്ങൾ പ്രവർത്തനരഹിതമാണ്. മെഡിക്കൽ കോളേജുകളിൽ പോലും ശസ്ത്രക്രിയാ ഉപകരണ ക്ഷാമം നേരിടുമ്പോൾ പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. എങ്കിലും ശസ്ത്രക്രിയക്കായുള്ള ധനസഹായം നിർത്തിവെച്ച അവസ്ഥയിലാണ് മൃഗാശുപത്രികൾ. ബന്ധപ്പെട്ട വകുപ്പുകൾ തമ്മിൽ യാതൊരു ഏകോപനവും ഇല്ല എന്നതും ജനങ്ങളുടെ പരാതികൾ പരിഗണിക്കാതെ വർഷങ്ങളോളം ഫയലുകളിൽ കുടുങ്ങിക്കിടന്ന് പൊടിയടിയുന്നു എന്നുള്ളതും നേരിന്റെ വികൃത മുഖം. കേരളത്തിലെ ABC പദ്ധതി ഇന്ന് ആശയരഹിതവും ഫലരഹിതവുമായിരിക്കുകയാണ്. നിരന്തരം ഉടലെടുക്കുന്ന പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാൻ സർക്കാർ യാതൊരു സമഗ്ര പദ്ധതിയും തയ്യാറാക്കിയിട്ടില്ല എന്നതാണ് വാസ്തവം. കർണാടക സർക്കാർ പ്രഖ്യാപിച്ച നഷ്ടപരിഹാര പദ്ധതി വെറും പണം നൽകലല്ല, അത് ജനങ്ങളുടെ സുരക്ഷയ്ക്കും ജീവനും വില നൽകിയുള്ള ഒരു സർക്കാരിന്റെ പ്രഖ്യാപനം കൂടിയാണ്. സർക്കാർ പൗരന്മാരുടെ സുരക്ഷയ്ക്കാണ് പ്രഥമ പരിഗണന നൽകേണ്ടത്. പ്രശ്നം രാഷ്ട്രീയമോ വികാരപരമോ ആയതല്ല, അത് പൊതുജനാരോഗ്യ പ്രശ്നമാണ്. അതുകൊണ്ട് തന്നെ പരിഹരിക്കപ്പെടേണ്ടതാണ് എന്നത് സർക്കാരിന് ബോധ്യമുണ്ടാകണം. ഈ നടപടിയിലൂടെ കേന്ദ്ര സംസ്ഥാന തലങ്ങളിൽ മാതൃകാപരമായ ഒരു ഇടപെടൽ അവർ കാട്ടി. കേരളം എന്തുകൊണ്ട് ഇത്തരം നടപടികൾ സ്വീകരിക്കുന്നില്ല? ഇതുതന്നെയാണ് ജനങ്ങൾ ചോദിക്കുന്ന ഏറ്റവും വലിയ ചോദ്യം. കാരണം പലതുണ്ട് എന്നതാണ് സത്യം. മൃഗസ്നേഹ സംഘടനകളുടെ സമ്മർദ്ദത്താൽ സർക്കാർ ശക്തമായ നിലപാടെടുക്കാൻ മടിക്കുകയാണ്. വോട്ടെടുപ്പ് കണക്കുകൾക്കും പ്രതിഷേധ ഭീതിക്കും മുന്നിൽ മനുഷ്യജീവിതം സർക്കാർ പണയപ്പെടുത്തുകയാണെന്ന് വേണമെങ്കിൽ പറയാം. ആരോഗ്യ വകുപ്പ്, ലോക്കൽ സ്വയംഭരണ വകുപ്പ്, വെറ്റിനറി വിഭാഗം എന്നിവ തമ്മിൽ യാതൊരു കൂട്ടായ്മയും ഇല്ല എന്നത് മറ്റൊരു വലിയ പ്രശ്നമാണ്. ഒരു വ്യക്തിക്ക് പരിക്ക് പറ്റിയോ മരിച്ചോ എന്നത് നോക്കി സർക്കാർ നഷ്ടപരിഹാരം നൽകുന്ന ഒരു സംവിധാനം പോലും നിലവിൽ കേരളത്തിലില്ല. തെരുവുനായ പ്രശ്നം ഒരു മനുഷ്യാവകാശ വിഷയമാണ് ഇന്നത്തെ സാഹചര്യത്തിൽ. ഒരു സംസ്ഥാനത്തിന് ഏറ്റവും വലിയ ഉത്തരവാദിത്തം ജനങ്ങളുടെ ജീവനും സുരക്ഷയും സംരക്ഷിക്കലാണ്. തെരുവുനായയെ ഭയന്ന് പുറത്തിറങ്ങാനും സ്വസ്ഥമായി ജീവിക്കാനും കഴിയാത്ത ഒരു സമൂഹം ഇതൊരു വികസിത സമൂഹത്തിന്റെ ലക്ഷണമല്ല. തെരുവുനായകളെ സംരക്ഷിക്കണം, പക്ഷേ മനുഷ്യ ജീവനും അതിലൊട്ടും കുറവല്ല വില എന്ന ബോധവും ഉണ്ടാകേണ്ടതുണ്ട്. ജനങ്ങളുടെ ജീവൻ സുരക്ഷിതമല്ലെങ്കിൽ പിന്നെ എന്തിനാണ് സർക്കാർ?
കേരളത്തിൽ ഇന്ന് തെരുവുനായ പ്രശ്നം ഒരു അപകട സാധ്യത മാത്രമല്ല, അതൊരു പ്രതിസന്ധിയാണ്. ജനങ്ങളുടെ നികുതി ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന സർക്കാർ ജനങ്ങളുടെ ജീവൻ സംരക്ഷിക്കാൻ കഴിയുന്നില്ല എങ്കിൽ ആ സർക്കാരിന്റെ നിലനിൽപ്പിന് എന്താണ് ന്യായീകരണം? ഒരു കുട്ടിയുടെയോ മനുഷ്യന്റെയോ ജീവൻ നഷ്ടപ്പെട്ടാലോ ഗുരുതരമായി പരിക്കേറ്റാലോ നഗരസഭയുടെയും സർക്കാരിന്റെയും പരിശോധനകൾ ഉണ്ടാകും. നടപടി സ്വീകരിക്കുമെന്ന വാക്കുകൾക്ക് എന്താണ് അർത്ഥം? കേരളം മനുഷ്യരെയും മൃഗങ്ങളെയും ഒരുപോലെ കരുതലോടെ സംരക്ഷിക്കുന്ന സംസ്കാരം പുലർത്തുന്ന നാടാണ്. പക്ഷേ ജനങ്ങളുടെ സുരക്ഷയെ അവഗണിച്ച് പ്രശ്നത്തെ രാഷ്ട്രീയവും വികാരപരവുമായ തലത്തിൽ മാത്രമാക്കി കണ്ടാൽ പരിഹാരം ഒരിക്കലും ഉണ്ടാകില്ല. കർണാടക മാതൃകയിൽ കേരളത്തിലും നടപ്പിലാക്കുകയാണെങ്കിൽ കുറഞ്ഞ പക്ഷം സർക്കാർ ഉത്തരവാദിത്തം ഏറ്റെടുക്കുകയും ജനങ്ങൾക്ക് നീതി ലഭിക്കുകയും ചെയ്യും. കേരളത്തിലെ തെരുവുനായ പ്രശ്നം ഇനി ഒഴിവാക്കാവുന്ന ഒരു അപകടമല്ല, അത് ദിനം പ്രതി വളരുന്ന ഒരു ഭീഷണിയാണ്. അതിനെ നേരിടാൻ അതിശക്തമായ, വ്യക്തമായ, മനുഷ്യ കേന്ദ്രീകൃതമായ ഇടപെടലാണ് ആവശ്യമായത്.